ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ ഒക്കെ പോകണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം കാണാനും കമൻറ്റ് ബോക്സിൽ പെടുത്താം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒമർ ലുലു പീഡനം. ഒമർ ലുലു ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത മലയാളത്തിൽ പ്രമുഖ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ കൊളാബ് ചെയ്യുന്നല്ല, എന്നാലും ഞാൻ പറയുന്നത് അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞ പോലെ ഒമർ ലുലു പീഡിപ്പിച്ച ഒരു പ്രമുഖ നടി എന്ന് പറഞ്ഞുകൊണ്ട് ഒമർ ലുലു ഒരു ഇത് വിട്ടപ്പോൾ അതെന്ത് ചെയ്തു, ഒമർ ലുലുവിൻ്റെ ആ സിനിമയിൽ അഭിനയിച്ച മിക്ക നടിമാരും ഏഞ്ചലിൻ, അതുപോലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല ഏഞ്ചലിൻ, അതുപോലെ തന്നെ സൊയ്ബത്തുൽ അസ്ലമിയ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണ്, ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു ഈ ഒമർ ലുലുവിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള. അവരോടൊക്കെ പേഴ്സണലി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒമർ ലുലുവിൻ്റെ ഈ വാർത്ത ഇറങ്ങിയതോടുകൂടി അതിൻ്റെ അടിയിൽ കമൻറ്റ് സൊയ്ബത്തുൽ അസ്ലമി ആയിരിക്കും അത്, അല്ലാന്നുണ്ടെങ്കിൽ ഏഞ്ചലിനായിരിക്കും അത്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഏഞ്ചലിനാണോ അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക, ആ വാർത്ത വന്നത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വാർത്ത ഒന്ന് കണ്ടിട്ട് വരും. നെടുമ്പാശ്ശേരി പോലീസിൽ നടിയും മോഡലുമായ യുവതി പരാതി നൽകി. നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നു. റിയ, ഉയർന്നു വരുന്ന പരാതി എന്താണ്? സംവിധായകൻ ഒമർ ലുലുവിനെതിരെയാണ് നടിയും മോഡലുമായ എറണാകുളം സ്വദേശിനിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെയായിരുന്നു ആദ്യം ഈ യുവതി പരാതി നൽകിയത്. പിന്നീട് കേസിന് ആസ്പദമായ സംഭവം നടന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്നതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കേസ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഈ കേസിൽ നടക്കുന്നതേയുള്ളൂ. ഇവ നടിയുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 6 മാസം മുമ്പ് നടന്ന സംഭവമാണ് എന്നതാണ് പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എറണാകുളം സ്വദേശിനിയാണ് പരാതിക്കാരിയായ യുവതി. ഒമർ ലുലു ഒത്ത് പ്രവർത്തിച്ചിരുന്ന സ്ത്രീ കൂടിയാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തെക്കുറിച്ച് ഒമർ ലുലു പറയുന്നത് തനിക്ക് പരിചയമുണ്ടായിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഈ വാർത്തകൾ കണ്ടല്ലോ, ആ വാർത്തയിൽ പറയുന്നത് തന്നെയാണ് ഒരു പ്രമുഖ നടി എന്നാണ് പറയുന്നത്. അവിടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ശരിക്കും വിക്ടിമിന്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാവരും കമന്റ് ബോക്സിലും പോയി വിളിക്കും. ഒരു ട്രെൻഡാണ്. കാരണം ഓൾറെഡി അഖിൽ മാരാർ എന്താണ് ബിഗ് ബോസിലെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞതോടു കൂടി അവിടെ ചെന്നിട്ട് അത് അഖിൽ മാരാറിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്തയിൽ ഇങ്ങനെയാണ് വന്നത്, ഏത് നടിയാന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ അഖിൽ മാരാർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ കൊളാബ് ചെയ്യല്ല എങ്കിലും ഞാൻ പറയാൻ പോകുന്നത് ജനങ്ങൾക്കൊരു ക്രിമിനടി. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നുണ്ട്, കേരളത്തിലൊരു പ്രമുഖ നടി പീഡിപ്പിച്ചു. ഇപ്പോൾ ഇതിൽ നമ്മളെ മറ്റേ വിജയ് ബാബു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ പേര് അപ്പം തന്നെ സ്പോട്ടിൽ വിജയ് ബാബു ലൈവ് കൊടുത്തിട്ട് കണ്ട് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ പുറത്തു വിട്ടു. അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ആരാ പീഡിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ അതോടുകൂടി ജനങ്ങളുടെ പ്രശ്നം തീർന്നു. പക്ഷേ ഇത് അതുപോലെ തന്നെയാണ്. അതായത് ഒമർ ലുലു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ നടി ആരാന്നുള്ളത് അറിയണം, ആ നടി ആരാണ് പീഡിപ്പിച്ചെന്ന് അറിയണം. ഇപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം, ഒമർ ലുലുവിൻ്റെ സിനിമയിൽ എത്രത്തോളം ഒരു 20 നടിമാർ വന്നിട്ടുണ്ടാകുന്ന കൂടിക്കോ, ഈ 20 സ്ത്രീ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടാവും. ആ സ്ത്രീ കഥാപാത്രങ്ങളെ മൊത്തം വിളിച്ച് ഒമർ ലുലു പറയാണ്, എടി അങ്ങനെ ഇങ്ങനെ എടി ഓ നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ ജല ഒമർ ലുലിന് ഈ ഒരു പരിപാടി ആൾക്കാർ ചെയ്യുന്നു. അപ്പം ഇതിനെന്താ ഇത് ഏഞ്ചലിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏഞ്ചലിൻ പറയുന്ന വീഡിയോ വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താ നിങ്ങൾ ഏഞ്ചലിൻ്റെ ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ സൊയ്ബത്തുൽ അസ്ലമിയ ഓളും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന രണ്ട് കാര്യങ്ങൾ കേട്ടിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത്തരം ഒരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പൊ അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു 5-6 ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട്, വാട്സപ്പിലും വരുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ, നിർമ്മാതാക്കള്, റൈറ്റേഴ്സ്, കൺട്രോളർമാരൊക്കെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം? അങ്ങനെ ഞാൻ ചോദിക്കാൻ എന്താ കാരണം? അപ്പോ അവര് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തൊരു ആർട്ടിസ്റ്റ് ആണ്, ഓമറായിട്ട് നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു.
സത്യത്തിൽ ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല. എനിക്ക് അന്നും ഇന്നും ഒമറിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. എനിക്ക് അക്കോർഡിംഗ് ടു മീ എനിക്കൊരു നല്ല സിനിമാ സംവിധായകനിലുപരി എനിക്ക് നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഒമറിക്ക. അപ്പൊ ഇതുപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ആരും വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്യരുത്. കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ഒമറിക്ക് തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. ഒമറിക്കനെ എനിക്ക് ഏകദേശം ഒരു 3-4 വർഷത്തോളം മുന്നേ പരിചയമുണ്ട്. ദമ്മക്കട റിലീസിന്റെ സമയത്തൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം. 3 വർഷം പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയാം. അപ്പോ എന്റെ ഒരു അക്കോർഡിംഗ് ടു മീ അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഒമർക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ ഹലോ, ഞാൻ സുവൈബത്തുൽ അസ്ലമിയ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ്, മീഡിയയിൽ യുവനടിയെ പീഡിപ്പിച്ചു എന്നുണ്ട്. അതിന്റെ താഴത്ത് ഒത്തിരി പേര് എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക. ഞാൻ ഉമർക്കാക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, എന്നെ ഉമർക്ക് പീഡിപ്പിച്ചിട്ടില്ല. ഉമർക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. അപ്പം ആരാന്നുള്ള കാര്യം നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കുക, വെറുതെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ തട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കുന്ന ആളുകളും, അതുപോലെ തന്നെ ഒരാൾ മൃഗീയമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിലൊരു രസം കണ്ടെത്തുന്ന ആളുകൾ വരെ ഇന്ന് കേരളത്തിലുണ്ട്. അത്രത്തോളം മതം ഭരിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളെ നാട്ടിലുള്ള ആളുകൾ. അപ്പോൾ ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ നടി ഏതാണെന്ന് ചെകഞ്ഞു പോകാനും ആ നടിനെ കണ്ടുപിടിക്കാനുമുള്ള ഇത് ഈ ജനങ്ങൾക്ക് ഉണ്ടാവും. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അതിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒമർ ലുലു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒമർ ലുലു ഇതിവിടെ മീഡിയക്കാർ ഇങ്ങനെ വാർത്ത കൊടുക്കാനേ പറ്റില്ല. ഒരിക്കലും വിക്ടിമിനെ നമ്മൾ ഒരിക്കലും പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ചരിത്രത്തിൽ ഇതിലുള്ള റൂൾസിലുള്ളത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഏഞ്ചലിന് വ്യക്തമാക്കേണ്ടി വന്നു. ഇനി ഒമർ ലുലുവിൻ്റെ എത്ര സിനിമയിലുള്ള എത്ര ആളുകളുണ്ടോ അവരൊക്കെ എന്താണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളല്ല എന്ന് പേഴ്സണലി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അടുത്ത ആൾക്ക് എത്തി. അതായത് അടുത്ത ആൾക്ക് വന്നിട്ട് പറഞ്ഞു മറ്റേ നീ എൽ ഡി എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളല്ല. വീണ്ടും അടുത്ത ആളിലേക്ക് പോകും നീ എൽ ഡി എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളല്ല. ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ വിക്ടിമിൻ്റെ പേര് പറയേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ഇത്. പിന്നെ ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണോ, ഈ ന്യൂസിനെ കുറിച്ച് എന്താണ് കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അതായത് പേഞ്ചലിനും അതുപോലെ തന്നെ ഈ സുവൈബത്തുൽ അസ്ലമിയും ഇതിനു വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ അത്രത്തോളം ബ്ലെയിമും കാര്യങ്ങളും വന്നതുകൊണ്ടായിരിക്കാമല്ലോ അവരിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒമർ ലുലു അങ്ങനെ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ സുവൈബത്തുൽ അസ്ലമി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബ്രദറായിട്ടാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അവരിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി കേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒമർ ലുലു ഞാൻ ചെയ്യൂല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, മേ ബി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ആളുകളുടെ കിംവദന്തി എന്ന് വെച്ചാൽ ഏതാണ് ആ നടി എന്നുള്ളതാണ് ഇവർക്ക് കിട്ടേണ്ടത്. അതാണ് മാത്രമേ ഇവർക്ക് കിട്ടേണ്ടുള്ളൂ. അപ്പോൾ ആ നടീൻ്റെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവോ, നടീൻ്റെ വേറെ ക്ലിപ്പുകൾ വന്നിട്ടുണ്ടാവോ, ഇതൊക്കെയാണ് ആ ജനങ്ങളുടെ സംശയങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പൊട്ട കമൻറ്റുകളും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇവിടെ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും നല്ല മോശത്തരം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എത്രയേ ഉള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും